ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. തീക്കോയി പേഴിങ്കാട്ടിൽ രമണിയാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്നു. വികസന പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലെത്തിക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സുപ്രധാന പങ്കാണ് വഹിക്കുന്നതെന്ന് ജോസ് കെ മാണി MP പറഞ്ഞു. തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടുംബശ്രീയുടെയും ഹരിതകർമ്മസേനയുടെയും പ്രവർത്തനങ്ങളിലൂടെ വിപ്ലവകരമായ മാറ്റങ്ങളാണ് സംസ്ഥാനത്ത് ഉണ്ടായതെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി R. അമ്പിളി പഞ്ചായത്ത് തല വികസന പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സെലീനാമ്മ ജോർജ്, ശ്രുതി ദാസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസമ്മ ജോസഫ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ MT ജയമ്മ, KP ഷാനോ, അഞ്ജു ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആനി ചെള്ളാങ്കൽ, K. ആശിഷ്, ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TK ഗോപി, റിസോഴ്സ് പേഴ്സൺ ശ്രീകുമാർ S തുടങ്ങിയവർ പങ്കെടുത്തു. ആസൂത്രണം ചെയ്യുന്ന മാനേജ്മെന്റ് നടത്താൻ പറ്റുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ അത് സ്ത്രീകൾക്കാണ്. ഒരു മുഖ്യധാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ആ കുടുംബശ്രീക്കും അതുപോലെ തൊഴിലുറപ്പാട്ടെ, കർമ്മസേനയാകട്ടെ, അത് ആശാവർക്കർ ആരാകട്ടെ, ഏത് മേഖലയാകട്ടെ, അവർക്കെല്ലാം വലിയൊരു സാമൂഹ്യമായ ഒരു വിപ്ലവം സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു. ഇന്ന് പാർപ്പിടം എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. നമുക്കറിയാം, ക്യാൻസറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ വാർഡെടുത്ത് നിങ്ങൾ ആശാവർക്കർ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് 10 വീടെടുത്താൽ ഏതെങ്കിലും ഒരു വീടിൽ ക്യാൻസർ പേഷ്യൻ്റ്. നമ്മുടെ തീരുമാനങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്നത് ക്യാൻസർ രോഗികള് KSRTC സൗജന്യമായി യാത്ര ചെയ്യുക എന്നുള്ളതാണ്. ആ തീരുമാനത്തിലേക്ക് സർക്കാർ പോവുകയാണ്. പ്രധാന ലക്ഷ്യം ജാതി ജന്മി നാടുവാഴിത്ത വ്യവസ്ഥക്കും വിദേശാധിപത്യത്തിനെതിരായി ജനങ്ങൾ നടത്തിയ മുന്നേറ്റങ്ങളാണ് ആധുനിക കേരളത്തിൻ്റെ അടിത്തറ. അവിടെ നിന്ന് ഇങ്ങോട്ട് വിവിധ ഘട്ടങ്ങളിൽ അധികാരത്തിലെത്തിയ ഇടതുപക്ഷ സർക്കാരുകൾ കൈക്കൊണ്ട ജനകീയ ഇടപെടലുകളാണ് സംസ്ഥാനത്തെ ഒരു പുരോഗമന ജനാധിപത്യ മതനിരപേക്ഷ സമൂഹമാക്കി മാറ്റി. ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 ചിത്രീകരണം തലനാട് പഞ്ചായത്തിൽ നടന്നു. ടൂറിസം മേഖല ഉൾപ്പെടെയുള്ള വികസന വിഷയങ്ങളിൽ ചർച്ചകൾ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി സുധാകരൻ, UDF പ്രതിനിധി ബേബി തോമസ്, LDF പ്രതിനിധി PS ബാബു, BJP പ്രതിനിധി സജി KR, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ദൃശ്യാന്യൂസ് പാലാ റിപ്പോർട്ടർ തരുൺ സെബാസ്റ്റ്യൻ അവതാരകനായിരുന്നു. കാലഘട്ടത്തിൽ അതിനുശേഷം UDF-ലോട്ട് പോയതിനു ശേഷം തലനാട് പഞ്ചായത്തിൽ എന്ത് വികസനമാണ് MLA എന്ന നിലയ്ക്ക് കൊണ്ടുവരാൻ പറ്റിയത് അത് പറയണം. ആരാണ് മറുപടി? പറഞ്ഞോ. ഇവർ തന്നെ പറഞ്ഞു വികസന പ്രവർത്തനം വരണമെങ്കിൽ ഒരു MLA-യുടെ ആവശ്യമില്ലെന്ന്. പിന്നെ ഇന്ന് ഇവർ MLA-യുടെ ഓഫീസിലിട്ട് 1,07,00,000 എസ്റ്റിമേറ്റ് കൊണ്ട് കൊടുത്തേ. ഞാൻ കയറിയപ്പോൾ -10 ലക്ഷം രൂപ കടത്തിലാണ് മെമ്പർമാരിരുന്നത്. ഇന്ന് എല്ലാ മാസവും 2-ാം തീയതി വാർഡ് മെമ്പർമാർക്ക് ഓണററിയും കിട്ടുന്നുണ്ടെങ്കിൽ തനത് വരുമാനമില്ലേ? പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളും പഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ ഇല്ലാത്തത് കൊണ്ട് സർക്കാർ തന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം തന്നെ 52 ലക്ഷം രൂപയാണ്. ഈ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് റോഡ് വികസനം ഒട്ടും തന്നെ പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ബഹുമാനപ്പെട്ട UDF പ്രതിനിധി പറഞ്ഞത്. UDF പ്രതിനിധി ഇങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കാറേ കയറി ഇങ്ങോട്ടൊന്ന് ഒറ്റ ഗിയറിൽ ഈ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ വന്ന് ഇറങ്ങത്തക്ക രീതിയിൽ ഈ കഴിഞ്ഞ കാലത്ത് റോഡ് വികസിച്ച് അതിഭയങ്കരമായിട്ട് വികസിച്ചിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ ഫണ്ടാണ്, മോദിയുടെ ഫണ്ടല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടല്ല. ബഹുമാനപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അനുവദിച്ച ഫണ്ട് കൊണ്ടാണ് തലനാട് പ്രദേശത്താകെ, തലനാട് തീക്കോയി അടുക്കം മേലടുക്കം, ചാമപ്പാറ വെള്ളാനി ഉൾപ്പെടെയുള്ള റോഡുകൾ അതിഗംഭീരമായിട്ട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡാണ് നിർമ്മിച്ചിരിക്കുന്നത്. UDF ഒക്കെ പരിചയമുള്ള പഞ്ചായത്താണിത്. ഇവിടെ വികസനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ നിങ്ങൾക്കറിയാം, 2014 നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം ആവശ്യത്തിന് അധികം ഫണ്ടുകൾ സംസ്ഥാനങ്ങൾക്ക് വിഹിതമായി നൽകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ പഞ്ചായത്തിലും വികസനങ്ങൾ നടന്നിട്ടുണ്ടില്ലെന്ന് പറയുന്നില്ല. ഇവിടെ പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതി പ്രകാരം 4 റോഡുകൾ ഇവിടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്.
അത് നിഷേധിക്കാൻ പറ്റില്ല. അതിൻ്റെ ആ റോഡുകളുടെ പണി പൂർത്തിയാക്കി എങ്കിലും ഇപ്പോഴും അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. തൊഴിൽ നിഷേധത്തിനെതിരെ റെയിൽവേ കരാർ തൊഴിലാളികൾ തലയോലപ്പറമ്പിൽ മാർച്ചും ധർണയും നടത്തി. RCLU, CITU നേതൃത്വത്തിൽ പിറവം റോഡിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഒരു മാസം മുൻപ് ഉത്തരേന്ത്യക്കാരനായ ഒരു കരാറുകാരൻ പിറവം റോഡിൽ തുടങ്ങിയ മെയിൻ്റനൻസ് വർക്ക് നിർത്തിപ്പോവുകയും 2 ആഴ്ചക്കാലത്തെ കൂലി നൽകാതിരിക്കുകയും മറ്റൊരു കോൺട്രാക്ടർക്ക് വർക്ക് നൽകുകയും ചെയ്തതായി പ്രതിഷേധക്കാർ പറയുന്നു. SH ഇൻഫ്രാടെക് ലക്നോ എന്ന ഉത്തരേന്ത്യൻ കമ്പനിയാണ് വർക്ക് ഉപേക്ഷിച്ചു പോയത്. പിറവം റോഡിൽ നടന്ന ധർണ RCLU സംസ്ഥാന സെക്രട്ടറി KJ ഐസക് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് CM രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നഷ്ടപ്പെട്ട ജോലി തിരിച്ചുപിടിക്കുവാൻ ശക്തമായ സമരപരിപാടികൾ നടത്താനാണ് തീരുമാനം. ഈ തൊഴിലാളികളെ മാറ്റി നിർത്തി ഒരു ഉദ്യോഗസ്ഥനും ഒരു കോൺട്രാക്ടറും തമ്മിൽ ഒത്തുകളിച്ച് ഇവരെ പെട്ടെന്ന് മാറ്റി നിർത്തി പുറത്തുനിന്ന് കുറെ ആളുകളെ കൊണ്ടുവന്ന് ജോലി ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്തിനായാണ് ഇവര് കുടുംബമായിട്ട് ജീവിക്കുന്നവരല്ലേ? ഇവര് കുടുംബം പോറ്റാൻ വേണ്ടി 30 വർഷമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്കിനി പെട്ടെന്ന് വേറെ ജോലിക്ക് പോകാൻ പറ്റും. അത് മാത്രമല്ല, ഈ കോൺട്രാക്ടർമാരുടെ അസോസിയേഷനുമായി ഞങ്ങൾക്ക് എഗ്രിമെന്റ് ഉണ്ട്. എല്ലാ വർഷവും ഞങ്ങൾ എഗ്രിമെന്റ് പുതുക്കുന്നു. ഈ വർഷവും ഞങ്ങൾ എഗ്രിമെന്റ് പുതുക്കി 1000 രൂപ ഒരു ദിവസത്തെ കൂലി എന്ന നിലയ്ക്ക് എഗ്രിമെന്റ് പുതുക്കി വെച്ചിരിക്കുകയാണ്. ആ എഗ്രിമെന്റ് ഉള്ളപ്പോൾ ഈ തൊഴിലാളികളെ വിളിക്കേണ്ടത് വേറെ തൊഴിലാളികളെ വിളിക്കാമോ? എഗ്രിമെന്റ് ഉണ്ടാക്കുന്ന തൊഴിലാളികളല്ലേ അവര് ജോലിക്ക് പിടിക്കാൻ പാടുള്ളൂ. ഒന്ന്, ഇവർ എക്സ്പോർട്ട് തൊഴിലാളികൾ. ഇത് സംരംഭ മേഖല, ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനുമായി പന്താടുന്ന മേഖല. അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അതിനുള്ള സ്കില്ലുണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ? ഇത് പ്രധാനപ്പെട്ട കാര്യമല്ലേ? രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിലുള്ള മാനസിക ആരോഗ്യ വൈകല്യം ബാധിച്ച സ്ത്രീകളുടെ പുനരധിവാസ കേന്ദ്രമായ തലയോലപ്പറമ്പ് പൊതി പിയാത്ത ഭവനിലെ 55-ൽ പരം അന്തേവാസികളോടൊപ്പം ലോക മാനസിക ആരോഗ്യ ദിനത്തോടനുബന്ധിച്ച് റോട്ടറി ക്ലബ്ബ് അംഗങ്ങൾ പ്രഭാത ഭക്ഷണം കഴിക്കുകയും മധുരപലഹാരങ്ങൾ നൽകുകയും പുതുവസ്ത്രങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. പ്രസിഡന്റ് റെജി ആറാക്കലിന്റെ അധ്യക്ഷതയിൽ വൈക്കം DYSP TB വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോവിഡിന്റെയും പ്രളയത്തിന്റെയും കാലത്ത് ഗവൺമെന്റിന് പൊതുസമൂഹത്തിന് ചേർത്ത് പിടിക്കാൻ കഴിയാത്തതുമായ സാഹചര്യത്തിൽ സമൂഹത്തെ സാമൂഹിക പ്രതിബദ്ധതയോടെ ചേർത്ത് പിടിച്ച അപൂർവമായ സംഘടനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് റോട്ടറി ക്ലബ്ബ് എന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ ബിനു C നായർ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകാന്ത് സോമൻ സ്വാഗതവും റോട്ടറി അംഗങ്ങളായ അഡ്വക്കേറ്റ് പ്രകാശൻ ചക്കാല, അഞ്ജന സഞ്ജീവ്, ഇന്ദുരാജ് മേനോൻ, പ്രസാദ് P തുടങ്ങിയവർ സംസാരിച്ചു. തലയോലപ്പറമ്പ് റോട്ടറി ക്ലബ്ബ് നടത്തുന്ന ഈ സന്ദർശിച്ചുള്ള ഒരു പദ്ധതി ഒരുപക്ഷെ മറ്റാരും തന്നെ സ്വാഭാവികമായിട്ടുള്ള ചിന്താഗതിയിൽ ചിന്തിക്കാത്ത ഒന്നാണ്. നമുക്കറിയാം, ഇവിടെ ഈ സ്ഥാപനം ഒരുപക്ഷെ വൈക്കത്ത് ഇതുപോലെ സമാനമായ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടെങ്കിലും മറ്റ് സംഘടനകളുടെ അല്ലെങ്കിൽ മറ്റ് വേറെ ഏതെങ്കിലും ഓർഗനൈസേഷൻ്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് ആ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിച്ചത്. ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഈ സിസ്റ്റർ മാത്രം മതി. ആ സിസ്റ്ററിൻ്റെ വ്യക്തിപരമായ ആ ശ്രമത്തിൻ്റെ ഫലമായിട്ട് ഇത്രയും അമ്മമാർ, ഇതിൽ കൂടുതൽ ഇതിലേക്ക് വയ്യാത്ത അമ്മമാർ ഉള്ളിലുണ്ട് എന്നാണ് മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ ഇത്രയും അമ്മമാർ പ്രിയ സുഹൃത്ത് ശ്രീകാന്ത് പറഞ്ഞ പോലെ മാനസികമായ ഒരു നിലയുടെ ചെറിയ ഒരു ചലന വ്യത്യാസം മൂലം പാർശ്വവൽക്കരിക്കപ്പെട്ട ഇത്ര അമ്മമാരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ കാട്ടുന്ന ആ ഒരു മനസ്സ്, ആ മനസ്സിനോട് ഒരു ദിവസമെങ്കിലും ചേർന്ന് നിൽക്കാനായിട്ടുള്ള താല്പര്യം കാട്ടിയ ക്ലബിൻ്റെ, റോട്ടറി ക്ലബിൻ്റെ പ്രവർത്തകരോട് ഞാൻ തീർച്ചയായിട്ടും ഈ സമയത്തിൽ അവരെ അഭിനന്ദിക്കാനായിട്ട് ഞാൻ അവസരം ഉപയോഗിക്കുക. കുറുപ്പന്തറയിൽ ടേക്ക് എ ബ്രേക്ക് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളവല്ലി രവീന്ദ്രൻ നിർവഹിച്ചു. മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ കൊണ്ടോക്കാല അധ്യക്ഷത വഹിച്ചു. സുനു ജോർജ്, ബിനോ സക്കറിയ, ലൂക്കോസ് മാക്കിൽ, ജൈനി തോമസ്, സാലിമ ജോളി, ചാക്കോ മത്തായി, പഞ്ചായത്ത് സെക്രട്ടറി ഷീജ ബി വി ഉൾപ്പെടെയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു.
നമ്മുടെ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന സുനിൽ ജോർജിൻ്റെ നേതൃത്വത്തിൽ ഈ ടേക്ക് എ ബ്രേക്കിന് ഇവിടെ തറക്കല്ലിടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് മാറി വന്ന ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അതിൻ്റെ ബാക്കിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും അതിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്കറിയാം ചില കാര്യങ്ങൾ നമുക്കറിയാം. നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്ന മാറ്റങ്ങൾക്ക് ഒക്കെ സ്വല്പം കാലതാമസമൊക്കെ വന്നുപോയി. എന്നിരുന്നാലും വളരെ ഭംഗിയായി ഇതിനെ മനോഹരമാക്കി തീർക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ കുറുപ്പന്തറ ജംഗ്ഷൻ വികസനമൊക്കെ വരുമ്പോൾ നമ്മുടെ ബസ് സ്റ്റോപ്പൊക്കെ കുറച്ചുകൂടി ഇനി അടുത്ത് വരുന്നതോടുകൂടി കൂടുതൽ ജനങ്ങൾക്ക് ഈ ടേക്ക് എ ബ്രേക്ക് ഉപകാരപ്രദമാകുമെന്നുള്ളതിൽ നമുക്കാർക്കും സംശയമില്ല. കഴിഞ്ഞ ഭരണസമിതിയിൽ സുനു ജോർജ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇതിന് തറക്കല്ലിട്ട് തുടങ്ങി വെച്ച പരിപാടി ചില സാങ്കേതിക കാരണങ്ങളാലാണ് ഇത്രയും വൈകിയത് ഇത് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട്. തീർച്ചയായും ഈ ഭരണസമിതിയുടെ ഇടപെടൽ മൂലം പല പ്രതിസന്ധികളിലൂടെ കടന്നാണ് ഇത് വന്നെങ്കിലും ഇന്നിതിവിടെ ജനങ്ങൾക്ക് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.